The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, hope you all are well. See, I just contacted 2 or 3 students in my class as well as other class. കുറച്ച് കുട്ടികളെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ മനസ്സിലാക്കിയത് ആരും ക്ലാസ് കണ്ടിട്ടല്ല നോട്ട് എഴുതുന്നത് എന്നാണ് മനസ്സിലാവാൻ പറ്റിയത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ മൊബൈലിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈഡ് വരുന്ന ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുന്നു, അതങ്ങനെ കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് കുട്ടികൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ലാസ്റ്റ് വരെ വീഡിയോ കണ്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് മുഴുവൻ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാകും ഏതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ താഴത്തെ ആൻസർ എഴുതുക. പല കുട്ടികളുടെയും നോട്ട് ഫയൽ കറക്ഷൻ ചെയ്യുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും സ്ക്രീൻഷോട്ടിൽ അതേപോലെ നോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ആര്യ സമാജ്, ബ്രഹ്മ സമാജ് അതിൻ്റെ നോട്ടിന് ടേബിൾ പോലെ എഴുതാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പല കുട്ടികളും പോസ്റ്റർ ഉണ്ടാക്കാതെയാണ് എനിക്ക് നോട്ട് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്. പല കുട്ടികളും സെൻഡ് ചെയ്ത് തരുന്നില്ല, നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് കൃത്യമായി അത് എഴുതി സെൻഡ് ചെയ്ത് തരിക. ദയവ് ചെയ്ത് ലാസ്റ്റ് ക്ലാസ് വരെ കണ്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ എഴുതാൻ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ കണ്ടന്റ് എന്താണെന്ന്. യു ഹാവ് ടു വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ് ആൻഡ് യു ജസ്റ്റ് കോപ്പി ദ ക്വസ്റ്റ്യൻസ് ആൻഡ് അഗെയിൻ യു ഹാവ് ടു റീവാച്ച് ദ സെയിം വീഡിയോ ആൻഡ് ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇന്നോട്ട് ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ ക്ലാസ്. The last class we discussed about different social reform movements, that is Arya Samaj, Brahma Samaj, like that many social reform movements we discussed. And the aim of social reform movement is to eliminate the social evils. Social evils ഒക്കെ eliminate ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ aim. And the last class I just stopped by saying like this, as a result of social reform movement, a new concept, a new way of thinking developed, that is what nationalism അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നാഷണലിസം എന്ന് പറഞ്ഞത് അല്ലേ. നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് നാഷണലിസം ആൻഡ് വൈ, ഹൗ നാഷണലിസം ഹാസ് ബീൻ ഡെവലപ്ഡ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ, റോൾ ഓഫ് സോഷ്യൽ റീഫോം മൂവ്മെന്റ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം. നാഷണലിസം ഡെവലപ്പ് ചെയ്യാൻ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ, സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് ഡെവലപ്ഡ് എ സെൻസ് ഓഫ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എമംഗ് ഇന്ത്യൻസ്. See, social reform movements helped to develop a universal brotherhood. What do you mean by universal brotherhood? That is, all Indians are my brothers and sisters. അല്ലേ, അവിടെ കാസ്റ്റ് or color or gender, that is not a problem. That is not a problem. Here, this social reform movements has eliminated caste system, gender discrimination, thereby developed universal brotherhood. Okay. Second one, all the reformers gave emphasis to importance of education and educational institution. See, the way a human can change their personality is through education. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ എ കൺസെപ്റ്റ് ഹാസ് ചേഞ്ച്ഡ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ 19th century. 19th centuryയിൽ ഉണ്ടായിരുന്ന കൺസെപ്റ്റ് ചേഞ്ച് ചെയ്യുകയും അവിടെ നാഷണലിസം ഹാസ് ബീൻ ഡെവലപ്ഡ് only because of the social reform movements.
Okay. Next one, developed a self-respect and national pride. That is, Indians, they understood their own self-respect as well as national pride. എന്താണ് നാഷണാലിറ്റി, ഇന്ത്യൻ എന്നുള്ള ആ സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചു സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്. Thus, the social reformers played a major role in awakening the Indians. Or what are the different ways that social reform movements that helped to develop nationalism? The first one is developed a sense of universal brotherhood. Second one, they were given emphasis to education as well as educational institutions. And third one, self-respect and national pride. ഇതാണ് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സിനുള്ള റോള്, നാഷണലിസം ഡെവലപ്പ് ചെയ്യാനുള്ള റോള്. ഓക്കെ, ഇനി വാട്ട് യു മീൻ ബൈ നാഷണലിസം? എന്താണ് നാഷണലിസം? നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് വൺനെസ് ബിയോണ്ട് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ്. സോ നാഷണലിസം മീൻസ് ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് വൺനെസ്, ഒരുമ അല്ലേ? വൺനെസ് മീൻസ് ഒരുമ. ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് വൺനെസ്. അവിടെ എന്ത് പാടില്ല? ഓഫ് ബിയോണ്ട് റിലീജിയൻ. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാർസി, ബുദ്ധിസം എന്നൊന്നില്ല. ബിക്കോസ് വി ഓൾ ആർ ഇന്ത്യൻസ് എന്നുള്ള ഫീലിംഗേ ഉള്ളൂ. ദ നെക്സ്റ്റ് വൺ ഇസ് ലിംഗ്വിസ്റ്റിക്. മലയാളി ഓർ തമിഴൻ ഓർ കന്നഡ ഓർ ദോസ് ഹു ആർ സ്പീക്കിംഗ് ഹിന്ദി ഓർ തെലുങ്ക്, there is no such difference. Apart from that, we all are Indians. And regional diversities, South India, North India, West India, East India, അങ്ങനെ ഒന്നുമില്ല. We all are Indians. That is the spirit, that is what nationalism. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി what are the factors that are responsible for the growth of nationalism in India? ഇന്ത്യയിൽ നാഷണലിസം ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ബ്രിട്ടീഷ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. British unified India politically. See, 6th standard you might have studied about different dynasties that ruled in India. That is Chera dynasty, Chola dynasty, Mughal dynasty, Tughlaq dynasty. അതുപോലെ ഒരുപാട് ലോധി ഡൈനസ്റ്റി അല്ലേ, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് 6th സ്റ്റാൻഡേർഡിൽ അല്ലേ. ഈ ഡൈനസ്റ്റി ഒക്കെ ഡിഫറെൻറ്റ്, ഓൾമോസ്റ്റ് ഇന്ത്യ ഈസ് ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഡൈനസ്റ്റീസ്. ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ബട്ട് ആഫ്റ്റർ ദ അറൈവൽ ഓഫ് English, East India Company or British, they unify ചെയ്യുക പറഞ്ഞാൽ എന്താണോ, എല്ലാം കൂടി ഒരുമിച്ച് നിർത്തുക. യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി ഫോർ ദ പർപ്പസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ദേ യൂണിഫൈഡ് ഇന്ത്യ ഇൻ ടു വൺ ഹാൻഡ്. അവർ ഒരൊറ്റ കുടക്കീഴിലാക്കി ഇന്ത്യയെ യൂണിഫൈ ചെയ്തു. അപ്പോൾ അവിടെ അൺനോയിങ്ലി വാട്ട് ഹസ് ഹാപ്പൻഡ്? there emerged a spirit of oneness. അവിടെ ഒരുമ വന്നു. ആൻഡ് there emerged nationalism. അത് നാഷണലിസത്തിലേക്ക് കാരണമായി തീർന്നു. ഓക്കെ, ദ സെക്കൻഡ് വൺ is economic exploitation of British government. Third chapter we discussed about the exploitation of British. It is starting from the story of Nagodas to ending with the story of Shipois, that is soldiers working in Indian army. നമ്മൾ കണ്ടതാണ് അല്ലേ. So this has triggered Indians, or this has created a feeling of Indians that we have to fight against British. For that purpose all Indians are unified. ഇവരെന്ത് ചെയ്തു? ഇങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ, കണ്ടിന്യൂസ് എക്സ്പ്ലോയിറ്റേഷൻ ആയപ്പോൾ എന്ത് ചെയ്തു? അവർ അതിനെതിരെ പോരാടാൻ തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോരാടാൻ പറ്റും. There emerged nationalism. അങ്ങനെ അത് നാഷണലിസം ഡെവലപ്പ് ചെയ്യാൻ കാരണമായി. നെക്സ്റ്റ് വൺ, സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. Spread of English education that we already discussed. Social reform movements has given more importance to English education, and not only English education, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് വിലയുള്ളൂ സമൂഹത്തിൽ. ഇല്ല കുട്ടികളെ, എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാൾ ബിഹേവ് ചെയ്യുന്നതും അല്ലാത്തൊരാൾ ബിഹേവ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ. അവരുടെ തിങ്കിങ് പ്രോസസ്സ് തന്നെ ഡിഫറെൻ്റ് ആണ്. സോ ആഫ്റ്റർ ഗെറ്റിംഗ് എഡ്യൂക്കേഷൻ, the Indians, they started to think about the condition of our nation and why we have to depend, or why we have to become a slave of this British.
എന്തിനാണ് നമ്മൾ ഈ ബ്രിട്ടീഷുകാരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്ലേവ്സ് വെച്ച് എന്താ അടിമകളായിട്ട് അല്ലേ, എന്തിനാ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം? സോ ഓട്ടോമാറ്റിക്കലി ദിസ് തിങ്കിങ് പ്രോസസ് has created a spirit among the Indians and that leads to the development of nationalism. അത് nationalism develop ചെയ്യാൻ കാരണമായി. Okay. Next one. First war of Indian independence created a unity among Indians. That is the revolt of 1857 has created a unity among Indians. Okay. So these are the factors that is responsible for the growth of nationalism. Nationalism develop ചെയ്യാനുള്ള factors ആണ്, that is British unified India politically, the economic exploitation of British government, spread of English education, development in transportation and communication, and first war of independence created a unity among Indians. See, development in transport and communication, അതും എന്തിനു കാരണമായിരുന്നു? ഈ നാഷണലിസം ഡെവലപ്പ് ചെയ്യാൻ കാരണം. ബിക്കോസ് ദ പീപ്പിൾ ക്യാൻ റീച്ച് ദ പ്ലേസസ് ആൻഡ് ദേ ക്യാൻ കണ്ടക്ട് മീറ്റിംഗ്, സോ ഇറ്റ് ഈസ് ഹെൽപ്പ് ടു ഡെവലപ്പ് നാഷണലിസം. ഓക്കെ, സി ലെറ്റ് us listen to the words of Jawaharlal Nehru from his book The Discovery of India. The mountains and rivers of India and the forest and the broad fields which gave us food were all dear to us. But what counted ultimately were the people of India, people like them and me, who were spread out all over this vast land. Bharat Mata, Mother India, was essentially this millions of people, and victory to her meant victory to this people. You are a part of this Bharat Mata. I told them, you are in a manner yourselves Bharat Mata, and as this idea slowly soaked into their brains, their eyes would light up as if they had made a great discovery. Jawaharlal Nehru, Discovery of India. See, this is the writing of Jawaharlal Nehru. ഇപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ we have a spirit of nationalism. നാഷണലിസം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഇതാണ്, റൈറ്റിംഗ്സ് ആണ്. ഇതുപോലെ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു നാഷണലിസം ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ ഹൂ ആർ ദ റൈറ്റേഴ്സ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം? ദേ ആർ ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബസ്ബുറ and Altaf Hussain. These are the writers. They helped to develop nationalism in India. എഴുതിയിട്ടുള്ള പോയംസ്, സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറീസിലൂടെയൊക്കെ നാഷണലിസം ഡെവലപ്പ് ചെയ്തു. സി, ആസ് എ റിസൾട്ട് ഓഫ് നാഷണലിസം മെനി അസോസിയേഷൻസ് ഫോംഡ് ഇൻ ഇന്ത്യ. നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് കുറേ അസോസിയേഷൻസ് ഫോം ചെയ്തു. ഏതൊക്കെയാണത്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ ആൻഡ് ഇന്ത്യൻ അസോസിയേഷൻ. ദീസ് ആർ ദ അസോസിയേഷൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് നാഷണലിസം. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കും. ഇവിടുത്തെ പല കാര്യങ്ങളും ബാലൻസ് നമ്മൾ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. Formation of Indian National Congress, that is INC. See, around 72 representatives from different parts of India, they assembled in Tejpal Sanskrit College on 28 December 1885, and the meeting was presided by W.C. Banerjee, but the initiation is taken by A.O. Hume, a British civil servant, and in that meeting, Indian National Congress was formed. So around 72 members, 72 representatives, different part of ഇന്ത്യയിലുള്ള 72 representatives, they assembled in, അപ്പോൾ എവിടെയാണ് യോഗം ചേർന്നത്? They assembled in Tejpal Sanskrit College. എപ്പോഴായിരുന്നു? 28 December 1885. 28 December 1885 അസംബിൾ ചെയ്തു. And they decided to form one organization for India. ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ തീരുമാനിച്ചു. That organization name is Indian National Congress. അതിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആൻഡ് ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തത്, അധ്യക്ഷ വഹിച്ചത് W.C. ബാനർജിയാണ്. ബട്ട് ഇനീസിയേഷൻ, ഈ ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്നുള്ളൊരു ഇനീസിയേഷൻ എടുത്തത് A.O. ഹ്യൂം ആണ്, ബ്രിട്ടീഷ്
സിവിൽ സർവൻ്റ് ആയിട്ടുള്ള A.O. Hume ആണ് ഇതിനൊരു ഇനിഷ്യേഷൻ എടുത്തത്. ഇൻ ദാറ്റ് മീറ്റിംഗ് ദേ ഫോമഡ് Indian National Congress with the aim of the first one to promote the fellow feeling among Indians, that is ഇന്ത്യക്കാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണെന്നുള്ള fellow feeling ഡെവലപ്പ് ചെയ്യുക. സെക്കൻഡ് വൺ, ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് എമംഗ് ഇന്ത്യൻസ്, ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് അല്ലേ. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, അഭിമാനം തോന്നുന്ന ഒരു നാഷണൽ സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യുക. To bring the problems of Indians to British. To bring the problem of Indians to British. Indians' problems ആരിലേക്ക് എത്തിക്കുക, ബ്രിട്ടീഷിലോട്ട് എത്തിക്കുക. These are the three aims of Indian National Congress. Okay. See, after the formation of Indian National Congress, several agitations എന്ന് പറഞ്ഞാൽ അവർക്കെതിരെയുള്ള ഒരു പോരാട്ടം, agitations that took place in India. അങ്ങനത്തുള്ള ഒരുപാട് പോരാട്ടങ്ങൾ ഇന്ത്യയിൽ നടന്നു. And based on the characteristics or style of this movement, അങ്ങനെ ഓരോ തവണയും മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ based on the style and characteristics, the Indian national movement is divided into three. അങ്ങനെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ നമ്മൾ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുക. The first one is period of moderate nationalism. ഫസ്റ്റത്തെയാണ് period of moderate nationalism, starting from the year of 1885 to 1905. 1905. And the next one is period of extreme nationalism, തീവ്രവാദം, from 1905 to 1916. Then Gandhian era, അപ്പോഴാണ് ഗാന്ധി വെച്ച് വരുന്നത്. That is starting from 1917 to 1947. See, Gandhian era we have to discuss as a separate chapter. Gandhian era ഒരു വലിയ ചാപ്റ്റർ ആയിട്ട് നമ്മൾ 9th ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും Gandhian era. Now we have to discuss period of moderate nationalism and period of extreme nationalism. Moderate nationalism എന്താണ്, extreme nationalism എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. Okay, the first one is period of moderate nationalism. Moderate nationalism. The leaders of this period were English educated. They got English education, and the prominent among them were Dadabhai Naoroji, Gopalakrishna Gokhale, Bahauddin Tejpai, and Firozshah Mehta. So these are the leaders of moderate nationalism. Moderate nationalismത്തിന്റെ leaders ആരൊക്കെയാണ്? Dadabhai Naoroji, Gopalakrishna Gokhale, and Bahauddin Tejpai, and Firozshah Mehta. ഇവരെ മിതവാദികൾ എന്നാണ് മലയാളത്തിൽ പറയുക. ഇവരുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജി എന്താണ്? വാട്ട് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് മോഡറേറ്റ്? ദാറ്റ് ഈസ് their policy was to bring the common problems and demands to the notice of British government by the means of petition, resolution and protest. ഒരു സമാധാനപരമായിട്ട് ഇന്ത്യക്കാരുടെ പ്രോബ്ലംസ് ഒക്കെ ഒരു ലെറ്റർ എഴുതുക, ഒരു നിവേദനം കൊടുക്കുക, റെസൊല്യൂഷൻസ് പാസ്സാക്കുക, അങ്ങനെ സമാധാനപരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിലൂടെ നമുക്ക് ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാം. ദാറ്റ് വാസ് ദ എയിം ഓഫ് മോഡറേറ്റ് നാഷണലിസം. നോ നീഡ് ഓഫ് വയലൻസ്, അക്രമം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് മോഡറേറ്റ് നാഷണലിസം എന്ന് പറയുന്നത്. ടിൽ 1905. ഏതുവരെ? 1905. അപ്പം 1905 എന്ത് സംഭവിച്ചു? ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ബിഫോർ ദാറ്റ്, ഡ്രെയിൻ തിയറി, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്രെയിൻ തിയറി വാസ് ഡെവലപ്ഡ് ബൈ ദാദാബായ് നവറോജി. ആരാണ് ഡെവലപ്പ് ചെയ്തത്? ദാദാബായ് നവറോജി. ആൻഡ് ഇൻ ദിസ് തിയറി ഹി ഈസ് എക്സ്പ്ലെയിനിങ് ദാറ്റ് ഹൗ ഇന്ത്യൻസ് വെൽത്ത് ഈസ് മൂവിങ് ഫ്രം ഇന്ത്യ ടു ബ്രിട്ടീഷ്. എങ്ങനെയാണ് ഇന്ത്യയുടെ വെൽത്ത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷിലേക്ക് പോകുന്നത്? ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സ് ആൻഡ് ഗിഫ്റ്റ്. 3 ഫോമിലാണ് ഇന്ത്യയുടെ വെൽത്ത് പോകുന്നത്. ഒന്ന് സാലറി, ബ്രിട്ടീഷുകാർക്കുള്ള സാലറി ആയിട്ട് പോകുന്നുണ്ട്. 2 ടാക്സ്, ബ്രിട്ടീഷുകാർക്ക് നികുതി അടയ്ക്കുന്നതിലൂടെ പോകുന്നുണ്ട്. ഗിഫ്റ്റ്, ബ്രിട്ടീഷുകാർക്ക് ഗിഫ്റ്റ്. ആൻഡ് ഹീ സെയിങ് ദാറ്റ് ദിസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇത് കാരണമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം വന്നത് എന്നും ദാദാബായ് നവറോജി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം സ്റ്റാർട്ടിങ് ഫ്രം 1885 ടു 1905 അല്ലേ. അപ്പം 1905 വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ് ഇൻസിഡൻറ്റ്? ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഐ തിങ്ക് ടിൽ ദിസ് ഇറ്റ് ഈസ് ക്ലിയർ. ആൻഡ് ഞാൻ പറഞ്ഞത് മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്സ് കൃത്യമായി ക്ലാസ് കണ്ട് ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നോട്ട്
എഴുതാൻ. സോ ദിസ് ഈസ് ദ ഹോംവർക്ക് ഫോർ യു. ദറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ റോൾ ഓഫ് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം. നാഷണലിസം ഡെവലപ്പ് ചെയ്യാൻ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? Second one, what is nationalism? What are the factors responsible for the growth of nationalism? എന്താണ് നാഷണലിസം? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നാഷണലിസം ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചത്? തേർഡ് വൺ, വിച്ച് ആർ ദ അസോസിയേഷൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് നാഷണലിസം? ഏതൊക്കെ അസോസിയേഷൻസ് ആണ് ഫോം ചെയ്തത്? ഫോർത്ത് വൺ, വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് എയിംസ് ഓഫ് INC, that is Indian National Congress. അതിൻ്റെ എയിംസ് എന്താണ്? ഫിഫ്ത്ത് വൺ, Indian national movement is divided into three based on their style and characteristics. അല്ലേ, നമ്മൾ പറഞ്ഞു മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ ദ ത്രീ ഡിവിഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്? സിക്സ്ത് വൺ, വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഓഫ് മോഡറേറ്റ്? മോഡറേറ്റിന്റെ സ്ട്രാറ്റജീസ് എന്തായിരുന്നു? വാട്ട് ഈസ് ദെയർ പോളിസി? ഇമ്പോർട്ടൻറ്റ് പോളിസി എന്നുള്ളതാണ് ചോദ്യം. സെവൻത് ക്വസ്റ്റ്യൻ, ഹു ആർ ദ ഇൻസ്ട്രുമെന്റൽ റൈറ്റേഴ്സ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം? നാഷണലിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറേ റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് പറഞ്ഞു അല്ലേ. ഹു ആർ ദ റൈറ്റേഴ്സ്? ആൻഡ് ദ എയ്ത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡ്രെയിൻ തിയറി ഓഫ് ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ യു ഹാവ് 8 questions and just answer this question. If you have any doubt, you can contact me. Thank you. Have a nice day.